വെൽക്കം ടു മാത്തമാറ്റിക്സ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫൊറിയർ കൊസൈൻ സീരീസാണ്. ദാറ്റ് ഈസ് ഫൊറിയർ സീരീസ് ഓഫ് ഈവൻ 2π പീരിയഡിക് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ -π. ഈവൻ ആകുമ്പോൾ a0ഉം an-ഉം നോൺ സീറോ ആയിരിക്കും, bn 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? a0 പ്ലസ് സമ്മേഷൻ an cos nx എന്ന് പറഞ്ഞ ഫൊറിയർ കൊസൈൻ സീരീസ് ഉണ്ടാവും. കൊസൈനുള്ള സൈൻ ഭാഗം 0 വരുന്ന കൊസൈനുള്ള ഫൊറിയർ കൊസൈൻ സീരീസ് കിട്ടും. ഇവിടെ നമുക്ക് അടുത്തത് നമ്മൾ ഫൊറിയർ സൈൻ സീരീസാണ്. ഫൊറിയർ സൈൻ സീരീസ് എപ്പോഴാണ് കിട്ടുക? ഓടാകുമ്പോൾ, ഗിവൺ ഫംഗ്ഷൻ ഓടാകുമ്പോൾ. ഫൊറിയർ സീരീസ് ഓഫ് ഓഡ് 2π പീരിയഡിക് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ -π എന്ന ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്യുന്ന. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാൽ അടുത്ത സെക്ഷനിൽ നമുക്കിത് -π നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ ലെങ്ത് എത്ര? π-π 2π ആണ് ഇതിൻ്റെ ലെങ്ത്ത്. 2π ലെങ്ത് ഉള്ള ഇൻ്റർവെലാണിത്. 2π ലെങ്ത് ഉള്ള ആർബിട്രറി ഇൻ്റർവെൽ തന്നാൽ, സോ ഫോർ എക്സാമ്പിൾ λ, λ + 2π ഫോമിലുള്ള ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് കാണാനൊക്കെ ഉണ്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം ഇങ്ങനെ പറയുന്നത്. -π എന്നുള്ള ഇൻ്റർവെല്ലാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള -π എന്ന ഇൻ്റർവെല്ലിൽ ഉള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ഇങ്ങനെ വന്നതുകൊണ്ട് -π to 0, 0 to π ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് ഒരു എളുപ്പമുണ്ട്. എന്ത് ഇൻ്റഗ്രൽ -a to a രൂപത്തിൽ വരുന്നത് കൊണ്ട് നമുക്കതിനെ 2 times 0 to π എന്നൊക്കെ എഴുതാം. ഇപ്പോൾ ഈവൻ ആവുമ്പോൾ, ഓടാവുമ്പോൾ 0 ആയി പോകും. എന്തായാലും ഓഡ് 2π പീരിയഡിക് ഫംഗ്ഷൻ ആവുമ്പോൾ ഫൊറിയർ സൈൻ സീരീസ് ആവില്ല. കാരണം സപ്പോസ് f is defined over -π and is an odd 2π periodic function, then its Fourier series is a sine series called Fourier sine series and is given by f of x is equal to summation bn sin nx. Because a0 and an will be 0, here bn will be non-zero, so bn sin nx, summation bn sin nx, so it is a sine series where bn is given by 2/π in integral 0 to π f of x into sin nx dx, where n is equal to 1, 2, 3 etc. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഓഡ് ഫംഗ്ഷൻ ഏതാ? f of x equal to x എന്ന ഐഡന്റിറ്റി ഫംഗ്ഷൻ തന്നെ ആയിക്കോട്ടെ. f of x equal to x എന്ന ഐഡന്റിറ്റി ഫംഗ്ഷന്റെ f of x equal to x minus π less than x less than π and f of x plus 2π is equal to f of x. That is, it is a periodic function. അപ്പോൾ ഇത് ആക്ച്വലി ഇത് ഡിഫൈൻ ചെയ്ത് എവിടെയാണ്? f of x equal to x എന്ന് പറഞ്ഞ ഐഡന്റിറ്റി ഫംഗ്ഷൻ എവിടെ ഡിഫൈൻ ചെയ്തത്? -π എന്ന ഇൻ്റർവെല്ലാണ് ഡിഫൈൻ ചെയ്തത്. പിന്നെ നമ്മൾ ഫുള്ളായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ f of x plus 2π ആകുമ്പോഴൊക്കെ f of x ആണ്. അപ്പോൾ എല്ലാ റിയൽ നമ്പറിലും ഇത് ഡിഫൈൻഡ് ആയി. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ എവരി റിയൽ നമ്പർ. ഓൾസോ f of x plus 2π is equal to f of x for every x element of R. Therefore it is a 2π periodic function with period 2π. So here clearly f of x is equal to x is an odd function. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. f of -x എന്താ വരിക? -x വരും. -x എന്ന് പറഞ്ഞാൽ minus of f of x. f of -x equal to minus of f of x ആണ് ഇവിടെ സിൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. സിൻസ് കാരണം f of -x equal to minus of f of x വന്നതുകൊണ്ട് f ഓഡ് ഫംഗ്ഷനാണ്. ഓക്കെ, therefore a0 is equal ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ? a0 is equal to an is equal to 0, bn is equal to 2/π into integral 0 to π f of x into sin nx dx, which is equal to 2/π into integral 0 to π f of x is equal to x. f of x equal to x sin nx dx, which is equal to 2/π into x sin nxന്റെ ഇൻ്റഗ്രേഷൻ വിത്ത് പാർട്സ്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്താൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് nx ബൈ n മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 വരും. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു മൈനസ് കോസ് nx ബൈ n dx, വിച്ച് ഇസ് ഈക്വൽ ടു ബൈ n ഫുള്ള് ത്രൂഔട്ട് പുറത്തെടുത്താൽ 2/nπ ഇൻറ്റു ഈ എന്നിനെ അങ്ങോട്ട് എടുത്താൽ 2/nπ ഇൻറ്റു ആദ്യം ഇവിടെ 0 to π ആണ്. 0 to π ഇവിടെ കൊടുത്താൽ π π cos nπ -π cos nπ എന്ന് വരും. -π cos nπ 0 കൊടുക്കുമ്പോൾ ഇത് ഫുള്ള് 0 ആയി പോകും. പിന്നെ ഇത് പ്ലസ് ആവും. പ്ലസ് cos nx ഇൻ്റഗ്രൽ cos nx dx എന്ന് വരും. cos nx dx ഇൻ്റഗ്രൽ വരിക sin nx by n from 0 to pi.
ഇനി എന്താ വരിക വിച്ച് ഈസ് ഈക്വൽ ടു നോക്ക് സൈൻ എൻ എക്സ് ബൈ എൻ ഫ്രം 0 to π എന്താ വരിക സൈൻ എൻ എക്സ് ബൈ എൻ ഫ്രം 0 to 2π വരിക അത് 0 ആയി പോവും ഓക്കെ സൈൻ എൻ എക്സ് ഫ്രം 0 to ഇത് സൈൻ എൻ എക്സ് ബൈ എൻ ഫ്രം 0 to π സൈൻ എൻ പൈ സൈൻ 0യും 0 ഇത് ഫുൾ 0 ആയി പോയി പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക ബാക്കി ഉണ്ടാവുക 2/nπ ഇൻറ്റു മൈനസ് പൈ കോസ് എൻ പൈ ഇസ് ഈക്വൽ ടു 2/nπ ഇൻറ്റു മൈനസ് പൈ കോസ് എൻ പൈ പയ്യും ക്യാൻസൽ ആയി പോകും പിന്നെ ഉണ്ടാവുക 2/n കോസ് എൻ പൈ മൈനസ് 2/n കോസ് എൻ പൈ വിച്ച് ഇസ് ഈക്വൽ ടു കോസ് എൻ പൈ -1/n ആണ് -1/n അപ്പോൾ 2/n ഇൻറ്റു -1/n + 1 എന്നാണ് വരിക അപ്പോൾ n ഓക്കെ ഇതിനെ ഒന്നും കൂടി നമുക്ക് ഇങ്ങനെ എഴുതാം 2/n ഇൻറ്റു ഇത് -1/n ആണ് പിന്നെ ഒരു മൈനസ് ഇവിടെയും ഉണ്ട് അപ്പോൾ -1/n + 1 എന്നാണ് വരിക അപ്പോൾ ഇത് വരിക ഓഡ് ആവുമ്പോൾ n + 1 ഈവൻ ആവുമ്പോൾ 2/n തന്നെ വരും 2/n വരും എപ്പോൾ n ഓഡ് ആവുമ്പോൾ n + 1 ഈവൻ ആവും n + 1 ഈവൻ ആവുമ്പോൾ -1/n + 1 ആവും 2/n എന്ന് കിട്ടും n ഈവൻ ആവുമ്പോഴോ n + 1 ഓഡ് ആവും അപ്പോൾ ഇത് -1 ആവും -1 × 2/n -2/n ആവും therefore Fourier series is given by f of x is equal to summation bn sin nx which is equal to 2 പുറത്തെടുത്താൽ 2 ഇൻറ്റു ഫസ്റ്റ് b1 എന്താ വരിക അതാണ് bn കേട്ടോ ആണ് b1 എന്താ വരിക b1 വരിക എന്നെ ഓടാകുമ്പോൾ 2/1 2 ഇൻറ്റു സൈൻ എക്സ് പിന്നെ 2 വരുമ്പോൾ b2 സൈൻ 2x b2 വരിക 2 പുറത്തെടുത്തുന്നത് -1/2 എന്നാ വരിക -1/2 2 പുറത്തെടുത്താൽ -1/2 എന്ന് വരും -1/2 സൈൻ 2x -sin 2x/2 പ്ലസ് സൈൻ 3x/3 മൈനസ് സൈൻ 4x/4 പ്ലസ് എക്സിട്ര എന്ന് വരും ഓക്കെ ഇതാണ് എഫ് ഓഫ് എക്സ് വരിക 2 ഇൻറ്റു സൈൻ എക്സ് -sin 2x/2 പ്ലസ് സൈൻ 3x/3 -sin 4x/4 പ്ലസ് എക്സിട്ര എന്ന് കിട്ടും ദിസ് ഈസ് ദ റിക്വയർഡ് ഫോറിയർ സീരീസ് ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താമെന്നറിയോ ഇതിൽ നിന്ന് നമുക്ക് സൈനിന് അല്ല എക്സിന് π/2 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടുന്ന അറിയാം ഏത് സീരീസ് കിട്ടുന്നറിയോ എഫ് ഓഫ് π/2 എത്ര π/2 ആണ് എഫ് ഓഫ് π/2 ആണ് π/2 ഈസ് ഈക്വൽ ടു നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ ഞാൻ എക്സ്ട്രാ പറയുന്നതേ ഉള്ളൂ ക്വസ്റ്റ്യനിൽ അതൊന്നും ചോദിച്ചില്ല ഡിഡ്യൂസ് ഒന്നും ചോദിച്ചില്ല ഞാൻ പറയാം ഓക്കെ π/2 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ π/2 എന്ന് പറഞ്ഞാൽ 1 മൈനസ് സൈൻ 2π/2 പറഞ്ഞാൽ 0 പ്ലസ് സൈൻ 3π/2 പറഞ്ഞാൽ -1 -1/3 മൈനസ് 4π/2 എന്ന് പറഞ്ഞാൽ 2π ആണ് സൈൻ 2π 0 ഇവിടെ വീണ്ടും വരും പ്ലസ് 1/5 മൈനസ് എക്സിട്ര അപ്പോൾ ആൻസർ ഈ 2നെ എങ്ങോട്ടും കൂടി എടുത്താൽ π/4 ഈസ് ഈക്വൽ ടു 1 - 1/3 പ്ലസ് 1/5 മൈനസ് 1/7 അങ്ങനെ വരും എന്താണ് 1 - 1/3 1 - 1/3 പ്ലസ് 1/5 മൈനസ് 1/7 പ്ലസ് എക്സിട്ര ഈ സീരീസ് ഇതേതാ മാധവ് ഗ്രിഗറി സീരീസ് എന്ന് പറഞ്ഞാൽ ഈ സീരീസ് കിട്ടും നമുക്ക് അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തെ എക്സാമ്പിൾ f of x ഈക്വൽ ടു